എൻ്റെ ഓഡി മാനുവൽ ട്രാൻസ്മിഷനാണ്. എനിക്ക് റെവ് മാച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ള കാരണം ആണ് ഞാൻ മാനുവൽ വാങ്ങിച്ചത്. ആദ്യം റെവ് മാച്ചിങ് എന്താണെന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. റെവ് മാച്ചിങ് ബേസിക്കലി ഒരു 5th ഗിയറിന്ന് ഞാൻ താഴത്തേക്ക് ഒരു 4th അല്ലെങ്കിൽ 3rd ഗിയറിലേക്ക് ഞാൻ പോകും. ക്ലച്ച് വിടുന്ന മുമ്പ് ഞാൻ ആക്സിലേറ്റർ ചവിട്ടും. പിന്നെ സ്ലോ ആയിട്ടാണ് ക്ലച്ച് മാറ്റുക. നമ്മളിത് ചെയ്യാൻ കാരണം നമ്മൾ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ലോവർ ഗിയർസിൽ നമ്മുടെ ടോർക്ക് ഹൈയാണ്, പക്ഷേ വണ്ടിയുടെ സ്പീഡ് കുറവാണ്. നമ്മൾ ഗിയർ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്പീഡ് കൂടും, പക്ഷെ ടോർക്ക് കുറയും. ദെയർഫോർ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഞാൻ ഗിയർ മാറ്റിയാൽ എന്താ പറ്റുക, ടോർക്ക് അതനുസരിച്ച് എനിക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ, കാർ ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ 80 കിലോമീറ്ററിലാണ്. ഞാൻ 80 കിലോമീറ്റർ ഞാൻ 5th ഗിയറിലായിരുന്നു. ഞാനത് 3rd ആക്കി. സോ എന്താ പറ്റുക, ടോർക്ക് എനിക്ക് കൂടുതൽ കിട്ടി. 5th ഗിയറിൽ ടോർക്ക് കുറവാണ്, പക്ഷേ റെവ് മാച്ചിങ് വഴി ഞാൻ 3rd ഗിയറിലാക്കിയപ്പോൾ എൻ്റെ ടോർക്ക് കൂട്ടി. ടോർക്ക് കൂടുമ്പോൾ എന്താ പറ്റുക, എൻ്റെ പവറും കൂടും. ബിക്കോസ് പവർ എന്താ, ടോർക്ക് മൾട്ടിപ്ലൈഡ് ബൈ റെവല്യൂഷൻസ് പെർ മിനിറ്റ്. സോ ഞാൻ 3rd ഗിയർ ആക്കിയപ്പോൾ എൻ്റെ ടോർക്ക് കൂടാതെ ഞാൻ ആക്സിലേറ്റർ ചവിട്ടിയിട്ടുണ്ട്. സോ RPM കൂടി. സോ എന്താ പറ്റുക, പവറും കൂടും. അതാണ് പെട്ടെന്ന് വണ്ടി പിക്കപ്പ് ആയത്.